നമ്മുടെ സമീർ ബിൻസി പാടിയ ഒരു ഗസലുണ്ടായിരുന്നു. നിന്നെ കാണാത്ത കണ്ണ് കണ്ണല്ല, നിന്നെ കേൾക്കാത്ത കാത് കാതല്ല എന്ന് പറയുന്ന മനോഹരമായൊരു ഗസലിലെ വരികളാണ്. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ഞാൻ സലാലയിൽ നമ്മുടെ മാഷിൻ്റെയും കുട്ടികളുടെയും പരിപാടിക്ക് പോയപ്പോഴാണ് അത് കേട്ടത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരുന്നു അത്. അതിലൂടെ ഈ പടച്ചതമ്പുരാനെ കാണുന്ന കണ്ണിനെയും കേൾക്കാത്ത കാതിനെയും ഒക്കെ കുറിച്ചാണ് പറയുന്നത്. ഞാനിപ്പോൾ പറയുന്നത് തണുപ്പിനെക്കുറിച്ചാണ്. ആ തണുപ്പ് വേറൊന്നുമല്ല, ചില തണുപ്പ് നാളെ നരകത്തിലെ ചൂടായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ മുക്താദിർ ജുവലറിയുടെ പേരിൽ പല പള്ളികളിലും ശീതീകരണികൾ കൊടുത്ത ഒരു സംഗതി കേട്ടു. ഇന്ന് വളരെ വേദനയോടെ വളരെ വിശ്വാസിയായ ഒരു മനുഷ്യൻ എന്നെ വിളിച്ചു പറഞ്ഞു, സാർ അതൊന്ന് പറയണം. കാരണം പല പള്ളികളിലും നിസ്വാർത്ഥരായ മനുഷ്യർ നിസ്കരിക്കാൻ വരികയും നോമ്പുമായി വിശ്രമിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ അടിക്കുന്ന തണുപ്പ് നാട്ടുകാരുടെ മനസ്സില്ലാത്ത വകയാണ് എന്ന സത്യം നാട്ടുകാരറിഞ്ഞാൽ അവരെങ്ങനെങ്കിലും കാശ് പിരിച്ച് തിരിച്ചങ്ങ് കൊടുക്കും. ഇല്ലെങ്കിൽ അതറിഞ്ഞുകൊണ്ട് ബോധ്യത്തോടെ ഉള്ള പല സംഗതികളിലും ഒന്നും പ്രവർത്തിക്കാതിരുന്നാൽ ഞാൻ കുറ്റക്കാരനാകുമെന്ന് പറഞ്ഞാണ് ആ വിശ്വാസിയായ മനുഷ്യൻ എന്നെ വിളിച്ചത്. അതുകൊണ്ടാണത് പറയണമെന്ന് വിചാരിച്ചത്. പള്ളി ഒരു പ്രദേശത്തെ അള്ളാഹുവിൻ്റെ ഭവനമാണ്, സംശയമൊന്നുമില്ല. നമ്മുടെ ഭവനങ്ങൾ എത്രത്തോളം മോഡേൺ ആക്കുന്നോ അല്ലെങ്കിൽ ഭംഗിയാക്കുന്നോ പലതും ചെയ്യുന്നുവോ അതുപോലെ വ്യക്തിപരമായി വേണ്ട ആ സമൂഹത്തിലെ അതിന് പാങ്ങുള്ള മാർഗമുള്ള മനുഷ്യരുടെ ബാധ്യതയാണ് അള്ളാഹുവിൻ്റെ ഭവനത്തെ ഭംഗിയാക്കുക എന്നുള്ളത്. അത് അതിൻ്റെ ഭരണാധികാരികളും അതിലിരിക്കുന്നവരും അവിടെ നിസ്കരിക്കാൻ വരുന്നവരുടെയും എല്ലാവരുടെയും ബാധ്യതയാണ്. നമ്മുടെ കയ്യിൽ മാർഗമുണ്ടെങ്കിൽ നമ്മൾ അതിന് ചിലവാക്കി അത് ഭംഗിയാക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ചിലവാക്കുമ്പോഴും അതിന് മാർഗമുള്ളവരാണ് ഭരണസാരഥ്യത്തിലുള്ളതെങ്കിൽ അതങ്ങ് അമക്കി വെച്ചിട്ട് മറ്റുള്ളവിടത്തും മറ്റ് ജമാഅത്തിലും വേറെയുള്ളവരെയും പിരിക്കുന്നതും ഒരു സുഖമുള്ള കാര്യമല്ല. കാരണം ഈ അമുക്കി വെച്ചിരിക്കുന്നത് നന്നായി അറിയാവുന്നത് പടച്ചതമ്പുരാനാണ്. എൻ്റെ കയ്യിൽ എന്തുണ്ടെന്നും എന്തില്ലെന്നും ഒരുപക്ഷെ എനിക്കും പിന്നെ അറിയാവുന്നത് അള്ളാഹുവിനുമാണ്. ബാക്കി ആരുടെ മുന്നിലും എനിക്ക് മറച്ചു വെക്കാം. ആ അള്ളാഹുവിൻ്റെ ഭവനമാണ് ഈ നമ്മൾ നിസ്കരിക്കാൻ പോകുന്ന പള്ളി. നമ്മുടെ വാപ്പാപ്പുപ്പമാരെല്ലാം ഉറങ്ങുന്ന ഖബർസ്ഥാൻ ചിലപ്പോൾ അവിടെയാണ്. ഇനി നമ്മളും കാലാകാലത്തേക്ക് എത്ര വർഷമെന്നറിയാതെ ഉറങ്ങേണ്ട സ്ഥലവും അതുതന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ അത് ബോധ്യമുള്ള പണം ഉത്തരവാദിത്തത്തോടെ അത് ബാധ്യതയായി ഏറ്റെടുത്ത് ആ മഹല്ലാണ് അതിന് മുൻകൈ എടുത്തത് ചെയ്യേണ്ടത്. പരമാവധി അങ്ങനെ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ ഭവനമെങ്കിലും ഹലാലായ സമ്പത്ത് കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുകയും വേണം. അതൊരു ബാധ്യതയായും ഉത്തരവാദിത്തമായും കാണണം. ഹലാലായ സമ്പത്ത് എന്ന് പറയുമ്പോൾ അമുസ്ലിമിൻ്റെ സമ്പത്ത് പോലും വിശ്വാസിയായ ഈ പറയുന്ന ആളിൻ്റെ ഹറാമായ സമ്പത്തിനേക്കാൾ ഒരു ഇസ്ലാം മതം സ്വീകരിക്കാത്ത ആളിൻ്റെ നല്ല സമ്പാദ്യം പോലും ഗുണകരമാണ്. കാരണം അദ്ദേഹം നല്ല രീതിയിലാണ് സമ്പാദിച്ചതെങ്കിൽ അതിൽ അദ്ദേഹം സഹായിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല. ഇവിടെ ഇതൊക്കെയായി നടന്ന് എല്ലാ വേലത്തരവും അഭ്യാസവും കാണിച്ച ശേഷം നൽകുന്ന പണത്തിൻ്റെ അത്രയും ദോഷം അതിലില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ മുക്താദിർ ജുവലറിക്കാരൻ അദ്ദേഹം പ്രധാനമായും ഉന്നം വെച്ചത്, ഞാനന്ന് പണ്ടേ പറഞ്ഞു, മുസ്ലിം വിപണിയെയാണ്, മുസ്ലിം മാർക്കറ്റിനെയാണ്, അതിലുള്ളവരുടെ സമ്പത്തിനെയാണ്, അതിലുള്ളവരുടെ വിപണനത്തിനെയാണ്. കാര്യപ്പെട്ട ആലിമീങ്ങളെയൊക്കെ ഹലാലും ഹറാമും ഒക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് നാട്ടുകാരുടെ കാശ് മുഴുവൻ വാങ്ങി ഇപ്പോഴും തേരാ പാരാ നടക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു ജില്ലയിലെ ഒരു ജുവലറിയിൽ ജോലി ചെയ്ത ഒരു ചെറുപ്പക്കാരൻ ഇപ്പോൾ പണിയില്ലാതെ നടക്കുന്നത് കണ്ട് അവനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എന്തോ ഒരു തമാശയാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് ഞാൻ കേട്ടത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇതൊന്നും എന്താ പത്രത്തിൽ വരുന്നില്ലല്ലോ, ബാക്കിയുള്ളിടത്ത് വരുന്നില്ലല്ലോ. കാരണം വളരെ കുറഞ്ഞ നാളുകൾ കൊണ്ട് ഇഷ്ടംപോലെ ജാക്കറ്റ് അഡ്വർടൈസ്മെൻറ്റുകൾ കൊടുത്ത് റെഡിയാക്കി നിർത്തിയിരിക്കുകയല്ലേ. അങ്ങനെ നിർത്തിയിരിക്കുമ്പോൾ അവർക്ക് നഷ്ടമൊന്നും വന്നില്ലെങ്കിൽ ഒരാളിൻ്റെ വാർത്ത ഒന്നും കൊടുക്കാതിരിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? അപ്പോൾ അതുകൊണ്ട് അത് പലതും പൊന്തി വരുന്നില്ലെന്നേ ഉള്ളൂ. അതെന്തോ ആയിക്കൊള്ളട്ടെ. ഇപ്പോൾ കേട്ടത് പല പ്രധാന പള്ളികളിലെയും ഈ തണുപ്പ് ശീതീകരണി ഇദ്ദേഹത്തിൻ്റെ പണമാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പണമല്ല, മനസ്സില്ലാത്ത വക നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കള്ളലാഭം കൊടുക്കാമെന്ന് പറഞ്ഞ് കൊള്ള ചെയ്തെടുത്ത പണത്തിൽ നിന്നാണ് ഇത് കൊടുത്തിരിക്കുന്നത്. എല്ലാ പള്ളിയിലെയൊന്നും അല്ല കേട്ടോ. ഞാൻ പറഞ്ഞ കഷ്ടപ്പെട്ട് അതാത് മഹല്ലുകളിലെ ഇതിനോട് താല്പര്യവും ഇഷ്ടമുള്ളവരൊക്കെ കൊടുത്ത് വാങ്ങിച്ച സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികളുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു പ്രധാനപ്പെട്ട പള്ളിയിൽ ഈ റമദാനിൽ സ്ഥിരമായി എഴുത്തിക്കാഫിന് വരുന്ന കുറച്ച് സൂക്ഷ്മതയുള്ള മനുഷ്യരാരും ആ പള്ളി വന്നില്ല.
അതിൻ്റെ കാരണവും എന്നെ വിളിച്ച ആൾ പറഞ്ഞത് അത് ഈ തണുപ്പായതുകൊണ്ട് ആ തണുപ്പ് അവർക്ക് കൊള്ളണ്ട എന്ന് വിചാരിച്ചു. കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അതെന്തൊരു പുതുമയൊക്കെ അല്ലയോ, എന്തോ ഇതെന്ന് വിചാരിക്കും. പക്ഷേ അതൊരോ മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ ബോധ്യമാണ്. അതുകൊണ്ട് തന്നെ ആ സംഗതി എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചു വെച്ച ഭരണാധികാരികൾ പരസ്യമായി ജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തണം ഈ തണുപ്പ് അൽമുക്താദറിൻ്റെ തണുപ്പാണെന്ന്. എന്നിട്ട് ബക്കറ്റോ വല്ലതും വെച്ച് നാട്ടുകാരായ സാധാരണക്കാരയിൽ നിന്ന് പിരിവെടുത്ത് അതിൻ്റെ വില അദ്ദേഹത്തിന് മടക്കി കൊടുത്തേക്കണം. കാരണം അത് നാട്ടുകാരുടെ പൈസയാണ്, ഇഷ്ടംപോലെ പേർക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ പ്രത്യേകമായ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്.